തൊഴിലാളികളിൽ നിന്ന് കാലെടുക്കാതെ ഇൻക്വിലാബിന് വേണ്ടി മുഷ്ടി ചുരുട്ടുന്ന മുതലാളിമാരുടേതല്ല മെയ് ദിനം. അവർ അവരെ തന്നെ വിളിക്കുന്നത് തൊഴിലാളി വർഗമെന്നാണെങ്കിലും ആർജിച്ചതെല്ലാം തൊഴിലാളിയുടെ പേരിലാണെങ്കിലും. മെയ് ദിനം സമുചിതമായി ആഘോഷിക്കണമെന്ന് പറയുന്നവർ ഷിക്കാഗോയിലെ തൊഴിലാളി സമരമാണ് ഉദ്ദേശിച്ചത്. തിരുവനന്തപുരത്തെ ആശാസമരമല്ല. അതാണ് വഞ്ചന. തൊഴിലാളികളിൽ നിന്ന് അപഹരിക്കപ്പെട്ട തൊഴിലാളി ദിനം ഇടതുപക്ഷം സമുചിതമായി ആചരിക്കുന്നത് കേവലം മേൽവിലാസത്തിനോ അധികാരലബ്ധിക്കോ വേണ്ടി മാത്രമായി. മനുഷ്യത്വമില്ലാത്ത ഒരു മുതലാളി പോലും ഈ സംസ്ഥാനത്ത് 250 രൂപ മാത്രം കൊടുത്ത് ആരെയും പണിയെടുപ്പിക്കില്ല. ഈ ഭരണം യഥാർത്ഥത്തിൽ ആരുടേതാണ്? തലസ്ഥാനത്ത് ഫെബ്രുവരി 10-നാണ് ആശമാർ സമരത്തിനിറങ്ങിയത്. ഓണറേറിയമായി കിട്ടുന്ന 7000 രൂപ, അതായത് 250 രൂപ പോലും ഇല്ലാത്ത ദിവസക്കൂലി ഒന്നിനും തികയുന്നില്ലെന്ന് പറഞ്ഞ് മടുത്തിട്ടാണ് അവർ സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക് വന്നത്. 2.5 മാസം കഴിഞ്ഞു. ഇതിനിടെ മന്ത്രിമാരും CPM തൊഴിലാളി സംഘടനകളും നേതാക്കളും ഒക്കെ സമരക്കാരെ അങ്ങേയറ്റം അധിക്ഷേപിച്ചു. ഒടുവിൽ പ്രതിപക്ഷം ഭരിക്കുന്ന ചില തദ്ദേശ സ്ഥാപനങ്ങൾ അവർക്ക് ഓണറേറിയോ മറ്റ് സൗകര്യങ്ങളും വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ പാർട്ടിക്കും സർക്കാരിനും വാശിയായി. ഭരണകക്ഷി ഭൂരിപക്ഷമുള്ള ജില്ലാ ആസൂത്രണ സമിതികളെ ഉപയോഗിച്ച് അത് തടയാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. പാവപ്പെട്ട തൊഴിലാളികളുടെ ജീവിതത്തെക്കുറിച്ച് LDFന് ഒരു ചുക്കും അറിയാതായി. തൊഴിലാളി വർഗ പാർട്ടിയുടെ പല മന്ത്രിമാരും മക്കളും കൊച്ചുമക്കളും ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളുമൊക്കെ മുതലാളിത്ത ജീവിതമാണ് നയിക്കുന്നത്. താത്വികമായി പറഞ്ഞാൽ അവരുടെ ദൂരത്തിനുള്ള പണം ആശമാരും അംഗനവാടി ജീവനക്കാരും ഉൾപ്പെടെ തുച്ഛവേതനത്തിന് പണിയെടുക്കുന്നവർക്കെല്ലാം ന്യായവേതനം നിഷേധിച്ചതിലൂടെ ലഭ്യമായതാണ്. ഈ മിച്ചമൂല്യത്തിൽ നിന്നെടുത്താണ് PSC അംഗങ്ങൾക്ക് ശമ്പളം ഇരട്ടിപ്പിച്ച് 2.5 ലക്ഷം രൂപയോളമാക്കിയത്. കഠിനാധ്വാനികളായ ആശമാരുടെ വേതനം മനസ്സിലാകാത്തവർക്ക് അധികാര ആനുകൂല്യ വീതം വെപ്പ് സംവിധാനം എന്നുകൂടി പറയാവുന്ന PSC അംഗങ്ങളുടെ ആർത്തി പെട്ടെന്ന് പരിഹരിക്കാൻ തോന്നുകയും ചെയ്തു. 1859 കാൾ മാർക്സ് രചിച്ച എ കോൺട്രിബ്യൂഷൻ ടു ദ ക്രിട്ടിക് ഓഫ് പൊളിറ്റിക്കൽ എക്കണോമിയിൽ മിച്ചമൂല്യ സിദ്ധാന്തങ്ങൾ കാലഹരണപ്പെട്ടിട്ടില്ലെന്നാണ് പറയുന്നതെങ്കിൽ ആശമാർക്ക് കൊടുക്കേണ്ടിയിരുന്ന കൂലി മറ്റാരുടെയോ അക്കൗണ്ടിലുണ്ടെന്ന് സമ്മതിക്കേണ്ടി വരും. ആ അക്കൗണ്ട് ഉടമകളെ മാർക്സ് വിളിക്കുന്നത് മുതലാളി എന്നാണ്. മുതലാളിത്ത മനോഭാവവും തൊഴിലാളി വർഗ മേൽവിലാസവും ഒന്നിച്ചു കൊണ്ടുപോകുന്നത് രാഷ്ട്രീയമല്ല, രാഷ്ട്രീയ വ്യാപാരമാണ്. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി മനുഷ്യാവകാശ വിരുദ്ധത ആശമാരുടെ പരിതാപകരമായ ജീവിതത്തിന്റെ കാരണമാകാം. പക്ഷെ അതറിഞ്ഞു തന്നെയല്ലേ പ്രകടന പത്രികയിൽ ആശമാരുടേതുൾപ്പെടെയുള്ള വേതനം ദിവസം 700 രൂപയാക്കുമെന്ന് LDF വാഗ്ദാനം ചെയ്തത്. അങ്കണവാടി, ആശാ വർക്കർ, റിസോഴ്സ് അധ്യാപകർ, പാചക തൊഴിലാളികൾ, കുടുംബശ്രീ ജീവനക്കാർ, പ്രീ പ്രൈമറി അധ്യാപകർ, NHM ജീവനക്കാർ, സ്കൂൾ സോഷ്യൽ കൗൺസിലർമാർ തുടങ്ങി എല്ലാ സ്കീം വർക്കേഴ്സിന്റെയും ആനുകൂല്യങ്ങൾ കാലോചിതമായി ഉയർത്തും. മിനിമം കൂലി 700 രൂപയാക്കും എന്ന് പറഞ്ഞത് കേന്ദ്രം പണം തന്നാൽ എന്ന ഉപാധിയോടെ അല്ല. ആ പ്രകടന പത്രികയുടെ തലക്കെട്ട് ഉറപ്പാണ് LDF എന്നായിരുന്നു. പക്ഷെ കാണുന്നതോ പ്രതിപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തുകൾ ആശമാർക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന തുച്ഛമായ വർധന പോലും കൊടുപ്പിക്കില്ല എന്ന പ്രതികാര ബുദ്ധി. അമേരിക്കയിലെ ഷിക്കാഗോ നഗരത്തിൽ 1886 മെയ് 1-ന് 8 മണിക്കൂർ തൊഴിൽ സമയം ഉൾപ്പെടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി തൊഴിലാളികൾ നടത്തിയ പണിമുടക്കിന്റെ ഓർമ്മയാണ് മെയ് ദിനം. 1890 മുതൽ മെയ് 1 സാർവദേശീയ തൊഴിലാളി ദിനമായി ആചരിച്ചു തുടങ്ങി. ലേബർ കിസാൻ പാർട്ടി ഓഫ് ഹിന്ദുസ്ഥാൻ 1923-ൽ മദ്രാസിലെ മറീന ബീച്ചിൽ മെയ് ദിനം ആഘോഷിച്ചതോടെയാണ് ഇന്ത്യയിൽ തൊഴിലാളി ദിനത്തിന് തുടക്കമിട്ടത്. കേരളത്തിൽ 1936-ൽ തൃശൂരിലായിരുന്നു തുടക്കം. ലേബേഴ്സ് ബ്രദർഹുഡ് എന്ന തൊഴിലാളി സംഘടനയുടെ ആഭിമുഖ്യത്തിൽ KK വാര്യർ, MA കാക്കു, KP പോൾ, കടവിൽ വറീദ്, കൊമ്പൻ പോൾ, OK ജോർജ്, കാട്ടൂക്കാരൻ തോമസ് എന്നീ 7 പേരുടെ നേതൃത്വത്തിലാണ് മെയ് ദിന റാലി സംഘടിപ്പിച്ചത്. അവകാശ പോരാട്ടങ്ങളുടെ വലിയ ചരിത്രമുള്ള നാടാണ് കേരളം. ചില സമരങ്ങളെങ്കിലും അന്യായവും അക്രമവും നിറഞ്ഞതായിരുന്നെന്നും പറയേണ്ടി വരും. അതിന്റെ മുൻനിര പോരാളികൾ മാത്രമല്ല, ഏറ്റവും വലിയ ഗുണഭോക്താക്കളും CPM ആണ്. പ്രതിപക്ഷത്തിരുന്ന് മനുഷ്യാവകാശങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന പാർട്ടി അധികാരത്തിലെത്തിയാൽ അതെല്ലാം നിഷേധിക്കുകയാണെന്ന് അവർക്ക് മാത്രം മനസ്സിലാവുന്നില്ല. അതിന്റെ ഉദാഹരണമാണ് ആശമാരുടെ വേതന വർധന മുടക്കാൻ സ്വന്തം പ്രകടന പത്രിക പോലും മറന്ന് മറ്റ് സംസ്ഥാനങ്ങളിലെ ഓണറേറിയം കുറവാണെന്ന് പറയുന്നതും, കേന്ദ്രത്തെ പഴിക്കുന്നതും, ആശമാരുടെ സമര നേതൃത്വത്തെ സംശയനിഴലിലാക്കുന്നതും, വേതനം വർദ്ധിപ്പിക്കുന്നതിൽ നിന്ന് പ്രതിപക്ഷ പഞ്ചായത്തുകളെ തടയാൻ ശ്രമിക്കുന്നതുമൊക്കെ. സർക്കാർ തീരുമാനിച്ചാൽ മറ്റു നിവൃത്തിയില്ലാത്തതിനാൽ തുച്ഛമായ വേതനത്തിന് പണിയെടുക്കുന്നവർക്ക് മേൽപ്പറഞ്ഞ മുടന്തൻ ന്യായങ്ങൾ ഒന്നും പറയാതെ വേതനം കൂട്ടിക്കൊടുക്കാനാകും. 2ാം പിണറായി സർക്കാരിന്റെ ഒടുവിലത്തെ മെയ് ദിനാചരണമാണെന്ന്. പ്രകടന പത്രികയിൽ ഉറപ്പ് പാലിക്കാനുള്ള മികച്ച അവസരം. ഷിക്കാഗോയുടെ ചരിത്രമല്ല, തിരുവനന്തപുരത്തിന്റെ വർത്തമാനമാണ് മെയ് ദിനത്തിന്റെ കേരള സ്റ്റോറി.